ഹലോ ഗായ്സ്, ഇപ്പോൾ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് ഗൈസ്, ഇന്നും കെ എസ് ആർ ടി സി തന്നെയാണ്. കെ എസ് ആർ ടി സി എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നും രാത്രിത്തെ ഒരു ജോബ് എടുത്തിട്ടുണ്ട്. ഞാൻ രാത്രിത്തെ ഒരു ജോബ് എടുത്തിട്ടുണ്ട്. നമുക്ക് പക്ഷേ നമ്മുടെ കെ എസ് ആർ ടി സി രാത്രി കാണാൻ എന്താ സുഖമല്ല ഗൈസ്. നമ്മളിപ്പോൾ ഒരു ഗരാജിലാണ് നിൽക്കുന്നത്. ഗരാജിൽ നിന്നാണ് നമ്മളിപ്പം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പോൾ കൃത്യമുള്ളതെന്ന് പറഞ്ഞാൽ 364.890 സെന്റ് ഉണ്ട്, യൂറോ മണിയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടല് നമ്മുടെ ഇപ്പം അപ്പോൾ നമ്മൾ ആ മണി വെച്ചാണ് ഇന്ന് ഓടാൻ പോകുന്നത്. ഏകദേശം നമുക്കൊരു കുറച്ച് കിട്ടും, കുറച്ച് എന്തായാലും കിട്ടും. നമ്മളിപ്പോൾ മാപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ബോട്ടിലൊരു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ആൻഡ് ഷെയർ സമയം. ഓക്കെ, നമ്മൾ രാത്രിയുടെ ജോബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതുപോലെ തന്നെ നല്ല സൗണ്ടാണ്, നല്ല ഇതൊക്കെയാണ്, നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ബ്രേക്ക് നമ്മളെടുത്തു. ഓക്കെ, നമുക്കിപ്പോൾ ആക്ച്വലി അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ വണ്ടി അങ്ങോട്ട് വല്ലതും ഉണ്ടോ നോക്കണേ. ഇല്ല 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 ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി ഇല്ലാതെ നമ്മൾ എടുത്തേക്കാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ അങ്ങ് ഓഫാക്കി. കുറച്ച് മാപ്പ് ഇങ്ങോട്ട് തിരിക്കണമെന്ന ഡൗട്ട്. അത് നമുക്ക് തിരിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെയാണ്. നമ്മൾ രാത്രിത്തെ ജോബിൽ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് എടുക്കണം. നമ്മൾ അന്ന് ഒരു വണ്ടി പണിയാൻ പോയില്ലായിരുന്നു, പാർട്ട് 1 നമ്മൾ വണ്ടി പണിയാൻ പോയില്ലായിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഷോർട്ട് കട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് നേരെയാ പോകണ്ടേ. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു മാപ്പിൽ കാണുന്നില്ല വഴി, ആ വഴിയിൽ നമുക്ക് തിരിയണം. ഒരു വണ്ടി ഓവർടേക്ക് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഓവർടേക്കാൻ നോക്കും. അങ്ങനെ നമ്മൾ ഓവർടേക്കാൻ സമ്മതിക്കില്ല കേസ്. ഓക്കെ, നമ്മൾ വഴി എത്തി. നിങ്ങളെന്താ ചോദിക്കുക, സ്പീഡ് എന്താ ഇല്ലാത്തതിന്? സ്പീഡ് ഉണ്ട്, എനിക്ക് പക്ഷേ കാണിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. യൂറോപ്പിന്റെ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. സംഭവിച്ചേ, ഇല്ല ഇല്ല ഇടിച്ചില്ല. നമ്മൾ സേഫാണ്. നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ പോവുകയാണ്. നമ്മൾ ആ മാപ്പിൽ കാണുന്നില്ല ഗൈസ്. ആ മാപ്പിൽ കാണുന്ന നമുക്ക് ആ സ്ഥലം കഴിഞ്ഞ് പോകുന്നുണ്ട്. നമ്മൾ അന്ന് വന്ന അത് തിരിച്ച് റിട്ടേൺ നമുക്ക് ട്രിപ്പാണ്. നമ്മൾ ആൾക്കാരെ കൊണ്ട് വെളുപ്പിനെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഏകദേശം നമുക്കൊരു 1 അവർ എടുക്കുക. 1 അവർ നടക്കില്ല. നമ്മുടെ ഓട്ടിപ്പാണെങ്കിൽ 1 അവർ എടുക്കത്തില്ല, അല്ലാതെ നമുക്ക് പോകാം. ഇപ്പോൾ വണ്ടിക്ക് നമുക്ക് നിലവിൽ ഒരു പരിക്കൊന്നുമില്ല. നമ്മൾ സ്ലീപ്പിങ്ങിൻ്റെ മോഡിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ സ്ലീപ്പിങ്ങിനല്ല ഇപ്പം, നമ്മളിപ്പോൾ രാത്രിയാണ് ഓട്ടിക്കുന്നത്. നമുക്ക് രാത്രി ഓട്ടിക്കണമെങ്കിൽ എന്താ പറയുക, നമ്മൾ ഉറങ്ങിയിട്ടാണ് ഓടിക്കുക. അപ്പോൾ ഞാൻ നല്ലോണം ഉറങ്ങിയിട്ടാണ് ഓട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീപ്പിംഗ് മോഡ് ഓഫാക്കി വെച്ചിരിക്കാം. തൽക്കാലത്തേക്ക് സ്ലീപ്പിംഗ് മോഡ് ഓഫാക്കി വെച്ചേക്കാം. ഉണ്ടോ, അവിടുത്തെ വണ്ടികൾ ലൈറ്റ് ഇരിക്കുന്നുണ്ടോ. നമ്മൾ ഇവിടെയാണ് വണ്ടി പണിയാൻ വന്നത്. വണ്ടി പണിയാനായിട്ട് നമ്മൾ ഇവിടെ ആയിരുന്നു വന്നത്. പിടിക്കല്ലേ, വണ്ടി പണിയാൻ വണ്ടി കഴിക്കില്ലേ. അങ്ങോട്ട് വന്നു നമ്മുടെ സ്കാനിയുടെ ഷോറൂമാണ് ഗൈസ്. സ്കാനിയുടെ ഷോറൂമാണത്. നമ്മളിപ്പോൾ മുമ്പിൽ കണ്ടില്ലേ, സ്കാനിയുടെ ഷോറൂമാണ്. ഓക്കെ, ഇവിടുത്തെ വണ്ടിക്കെല്ലാം ലൈറ്റ് ഇട്ടിരിക്കണല്ലോ. എന്തിനാ അവിടെ ഒരു കെ എസ് ആർ ടി സി ഇങ്ങനെ കിടക്കുന്നു? അത് ഓൾവോയ്ക്ക് അതെനിക്കറിയത്തില്ല. കെ എസ് ആർ ടി സി ആണെങ്കിൽ ഓൾവോയുടെ ഷോറൂമിൽ ഇങ്ങനെ കിടക്കുന്നു. ഓൾവോ വണ്ടിയുള്ളത്. നമുക്ക് എ സി ബസ്സൊക്കെ ഓൾവോ ആണല്ലോ. കെ എസ് ആർ ടി സിയുടെ എ സി ബസ്സൊക്കെ ഓൾവോ. നിങ്ങൾ ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലെ നമുക്ക് പാട്ടൊക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ജോബിൻ്റെ. ഇപ്പം കറൻ്റ് നമ്മളിപ്പം എവിടെയായി ഗൈസ്.
പമ്പുണ്ട്, പമ്പിലോട്ട് നമ്മൾ പതുക്കെ കയറുന്നുള്ളൂ. നമുക്കിപ്പോൾ ആ സിഗ്നലിൽ നിന്ന് തിരിയണം. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുകയാണേ. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് തിരിയണ്ടേ. സിഗ്നൽ നമുക്കില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സിഗ്നൽ ബാധകമല്ല. ഓക്കെ, നമ്മൾ തിരിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ സിഗ്നൽ ഓഫാക്കിയാണ്. ഇവിടുത്തെ വണ്ടികളെല്ലാം ലൈറ്റ് ഇട്ടിരിക്കുക ഉണ്ടോ, ഇവിടുത്തെ വണ്ടികളെല്ലാം ലൈറ്റ് ഇട്ടിരിക്കുക. നമുക്കിവിടുന്ന് വേണമെങ്കിൽ എണ്ണ അടിക്കാൻ കഴിയും. എണ്ണയില്ല, നമുക്ക് ഇന്ത്യൻ ഓയിൽ ഇവിടെ ഉണ്ട്. ഇന്ത്യൻ ഓയിൽ ഇവിടെ ഉണ്ട്, ഇന്ത്യൻ ഓയിൽ, നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇന്ത്യയുടെ ഇന്ത്യൻ ഓയിൽ ഉണ്ട്. നമ്മൾ വണ്ടി ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ എണ്ണ അടിക്കാണ്. എണ്ണയ്ക്ക് നമുക്ക് എത്ര വെള്ളം അടിക്കും, നമുക്ക് ഡീസൽ അടിക്കാൻ പറ്റും. നമുക്ക് 89 യൂറോയൊക്കെ നമ്മൾ ഡീസൽ അടിച്ചേക്കാണ്. നമുക്ക് വെട്ട ശകലം കുറച്ചാലോ? വെട്ടമില്ലാതെ ഓടാം നോക്കണമെങ്കിൽ. നമ്മൾ ചെറിയ ലൈറ്റ് ഇട്ടിരിക്കണേ, ചെറിയ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓവർ എന്തോ അത്, നമ്മൾ ഓവർ ലൈറ്റ് ഇട്ടാലേ കാണാം. അപ്പം എനിക്ക് ഓവറായിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെയാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് കണ്ടോ. ഓക്കെ, നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ലാപ്ടോപ്പിന് പരിധിയാണ്, നമുക്കറിയാമല്ലോ എല്ലാവർക്കും. നമ്മൾ ലാഗ് അടിക്കണം. നമ്മൾ നേരെ ഇപ്പം നമ്മളിപ്പോൾ ഒന്ന് ഓടന്ന് വരുന്നുണ്ടല്ലോ നേരം. ഇപ്പം ചെറിയ ലാഗ് മാറിയെന്ന് തോന്നല്ലേ? മാറും. നേരെ ഒന്ന് ഇതായി വരുന്നുണ്ട്. ഓവർടേക്കണം. അടിച്ചു നോക്കുന്നുണ്ട്. ഫോൺ അടിക്കട്ടെ. ഓക്കെ, നമ്മളിത് കുറച്ചിപ്പോൾ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ആക്ച്വലി നമ്മൾ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ലായി. നമ്മളിപ്പോൾ എത്താറായെന്ന് തോന്നുന്നു. എത്താറായില്ലേ? കുറച്ചുകൂടെ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പോകണം. നമ്മൾ വേറെ സിറ്റിയിലെത്തി ഇപ്പം. കേരളത്തിലെ നമ്മുടെ സ്വന്തം സിറ്റി. നിങ്ങൾക്ക് ഇതിൻ്റെ മാപ്പൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പിൻ്റെ ചാനൽ, വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് തരണേ. വാട്സപ്പ് ചാനൽ ഞാൻ അതിനകത്ത് ഇട്ടേക്കാം കേട്ടോ. പേയ്മെൻ്റ് ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. നമ്മുടെ സബ്സ്ക്രൈബിന് പേയ്മെൻ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. ഇത് അല്ലെങ്കിൽ ഇത് ഓൺലൈൻ ഫ്രീ ആണ്. ഞാൻ ഇന്ന് പറഞ്ഞു, ഞാനായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല ഇത്. അല്ലെങ്കിൽ ഓൺലൈൻ ഫ്രീ ആണ്. അയ്യോ, എന്തുവായിരുന്നു സംഭവിച്ചത്? എനിക്കറിയത്തില്ല. നമ്മൾ ബമ്പറിൽ ഓവർ കയറി. ഓക്കെ, നമുക്ക് ഇവിടെ അങ്ങോട്ട് തിരിയാറുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് തിരിയേണ്ടത്. നമുക്ക് നമ്മുടെ സ്ഥലം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി കുറച്ച് ഇതാക്കാനുണ്ട്. ആണ് നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടിരുന്നത്. KSRTC വന്നല്ലോ. ഇടിച്ചില്ല. ഇടിച്ചില്ല. നമുക്ക് വണ്ടി അങ്ങോട്ട് തിരിച്ചിടാം. ഓക്കെ, നമുക്കിങ്ങനെ പോട്ടെ. ഇതെന്നാ ബസ് KSRTC ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്? അതെനിക്കറിയാൻ ചോദിച്ചോട്ടെ. KSRTC എങ്ങനെയാണല്ലോ കൂട്ടിയിട്ടിരിക്കുന്നത്? എനിക്കറിയത്തില്ല. KSRTC എന്തിനാ കൂട്ടിയിട്ടേക്കുന്നത്?
എന്തെങ്കിലും ആശയം നമ്മൾ ഓൾറെഡി നമ്മളിങ്ങനെ നമ്മുടെ ഇതൊക്കെ വന്ന കിടപ്പുണ്ട്. എന്താ നമ്മുടെ AC ലോ ഫ്ലോർ AC കിടപ്പുണ്ട്. ഓക്കെ, നമ്മൾ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. നമുക്ക് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്ഥലം പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്ഥലം പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. നമ്മൾ ഒരു ദിവസം AC ബസ് കൊണ്ടുവരുന്നതായിരിക്കും. നമുക്കിപ്പം തൽക്കാലം AC ബസ് കൊണ്ടുവരാൻ ഒക്കാത്തതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. ഒരു ദിവസം ഒരു നാൾ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ശരി 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 ഒഴുകില്ലേ? നമ്മൾ കറക്റ്റ് എടുക്കുന്ന കറക്റ്റ്. ഓക്കെ, ഓക്കെ ഗൈസ്. ഓക്കെ, നമ്മളെ വണ്ടി അങ്ങനെ നിർത്തിയേക്കാണ്. കുഴപ്പമില്ല, നമ്മൾ കറക്റ്റായിട്ടാണ് പാർക്ക് ചെയ്യുക. നമ്മളെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.